എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും സുഖമായിരിക്കുന്നു. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് പരിപ്പും പടവലങ്ങയും നാളികേരം അരച്ചിട്ടുള്ള പച്ച അരവുള്ള ഒരു കറിയാണ്. അതിന് പരിപ്പ് ഒരു ചെറിയ ഗ്ലാസ് പരിപ്പ് കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരു ചെറിയ പടവലങ്ങ, ഒരു പകുതി സബോള, പിന്നെ 2 പച്ചമുളകിൻ്റെയാണ് എരിവ്, അത് അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി അതിലേക്ക് ആവശ്യമായ ഉപ്പ്, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ മുളകും പൊടി ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിനാവശ്യത്തിനുള്ള നമ്മൾ പുളിക്ക് മാങ്ങയോ ഇരുമ്പമ്പുളിയൊക്കെയാണ് ചേർക്കുക. അപ്പം ഞാൻ ചേർക്കുന്നത് ഇതേപോലെ കണ്ട ഇത്ര വന്നൊരു കുടപ്പുളിയുടെ കഷ്ണമാണ് എനിക്ക് ചേർക്കുന്നത്, ചെറിയൊരു പുളിപ്പ് രസത്തിന് വേണ്ടിയിട്ട്. അപ്പോൾ അത് അതിലിട്ട് കൊടുക്കാം. ഇനി നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കാം. നമ്മളിത് വേവിക്കാൻ വെച്ചിട്ടുണ്ട്. നമുക്ക് പൊന്തി പോവാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. പരിപ്പും കഷ്ണം നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് അപ്പോൾ ഈ കുടപ്പുളി നമ്മളെടുത്ത് മാറ്റണം. നമുക്ക് പുളിരസത്തിന് വേണ്ടിയിട്ടാണ്, ചെറിയൊരു പുളിരസം വേണമല്ലോ, കുറച്ച് ലൈറ്റായിട്ട്, അതിന് വേണ്ടി. അപ്പം നമ്മളുടെ പരിപ്പും കഷ്ണമൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് തേങ്ങാപ്പാൽ ഒഴിക്കാം. ഒരു വലിയ മുറി നാളികേരത്തിൻ്റെ പാലാണ്. നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക. ഞാൻ പൊതുവേ നാളികേര പാലിലാണ് ഉണ്ടാക്കുക. എനിക്കതാണ് ഇഷ്ടം, കൂടുതൽ ടേസ്റ്റ് അതാണ്. നാളികേരം അരച്ച് ചേർക്കണേക്കാട്ടും ടേസ്റ്റ് നാളികേര പാൽ ഉണ്ടാക്കുന്നതാണ്. മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മളത് തിളച്ച് വരുമ്പോൾ ഉപ്പൊക്കെ കറക്റ്റാണോ എന്നൊന്ന് നോക്കണം. ഇനി നമുക്ക് ഇതിലേക്ക് ഇത് തിളച്ച് വരുമ്പോൾ നമുക്ക് അതിലേക്ക് കടുക് കാച്ചി താളിച്ച് ഒഴിക്കാം. നല്ല ടേസ്റ്റാണ് ഇതേപോലെ പരിപ്പ് കറി വെച്ച് കഴിഞ്ഞാൽ. തേങ്ങ അരച്ച് വെക്കുന്നതിനെക്കാട്ടൊക്കെ ടേസ്റ്റ് ഇതേപോലെ ഒരു മുറി നാളികേരത്തിൻ്റെ പാൽ മതി. ഇതൊന്ന് തിളച്ച് വരട്ടെ. നന്നായി തിളച്ച് വരുന്നുണ്ട്. ഉപ്പ് ഇത്തിരി കുറവുണ്ടായിരുന്നു, അപ്പോൾ ഉപ്പ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പുളിയൊക്കെ ലൈറ്റ് പുളിയുള്ളൂ, പുളി കൂടാൻ പാടില്ല. പരിപ്പ് പച്ചരച്ച് വെക്കണേലേ പുളി കൂടിയ ടേസ്റ്റ് പോകും. എനിക്ക് മാങ്ങിയിട്ട് വയ്ക്കുന്നതിനെക്കാട്ടും കൂടുതൽ ഇഷ്ടമായിട്ടത് ഇതാണ്, അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അതുകൊണ്ട് കറിയുടെ കളറ് മാറി അങ്ങനെ ഒന്നും ചെയ്യില്ല. ഇനി നമുക്ക് ഇതിലേക്ക് കടുക് താളിച്ചത് വയ്ക്കാം. കടുക് താളിച്ച് ഒഴിച്ചിട്ടുണ്ട്. കടുക് താളിച്ച് ഒഴിച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മളുടെ രുചികരമായ പരിപ്പും പടവലങ്ങയും തേങ്ങാപ്പാലിൽ വെച്ച കറി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇതുപോലെ ഒന്ന് പരീക്ഷിച്ച് നോക്കണം. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട്. എരിവും ഉപ്പും ഒക്കെ പുളിയൊക്കെ കറക്റ്റാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ, ഷെയർ ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യണേ.